നമസ്കാരമുണ്ട്. ഇപ്പോൾ വന്നത് നമ്മുടെ രാജ്യത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പാസാക്കിയ പുതിയൊരു നിയമത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. എന്തു തന്നെയായാലും സർക്കാർ അത് സഭകളിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുത്ത് രാഷ്ട്രപതി ഒപ്പുവെക്കുക കൂടി ചെയ്തിട്ടുള്ള സ്ഥിതിക്ക് നമ്മുടെ രാജ്യത്ത് ഓൺലൈൻ മുഖേനയുള്ള ബെറ്റിംഗ് ആപ്പുകളെ നിരോധിക്കേണ്ടതായിട്ടുണ്ട്. പുതിയ നിയമമാണ്. ഒരു കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു നിയമം തന്നെയാണ്. അതായത് ഓൺലൈനിൽ ഗെയിമുകളിലൂടെയും അതല്ലെങ്കിൽ കായിക രംഗത്ത് നടക്കുന്ന കളികളിലും ഒക്കെ പണം നിക്ഷേപിച്ച് അതിൽ നിന്നും പണമുണ്ടാക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത്. പ്രത്യേകിച്ചും മൊബൈൽ പ്രീമിയർ ലീഗ്, Dream11, ഹൗസാറ്റ്, അങ്ങനെ ഒരുപാട് ആപ്പുകൾ. ഇത്തരം ആപ്പുകളെയൊക്കെ നിരോധിച്ചിട്ടുണ്ട്. ആ ഒരു നിയമമാണ് ഇപ്പോൾ പാസ്സാക്കി വന്നിട്ടുള്ളത്. ഒരുപാട് ആളുകൾക്ക് പണം നഷ്ടമായിട്ടുള്ള ആപ്പുകളൊക്കെ തന്നെയാണ് ഇത് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അവർ പറയുന്ന പോലെ 40-50 രൂപ മുടക്കി നിങ്ങൾക്ക് ആയിരങ്ങളും ലക്ഷങ്ങളും ഒക്കെ നേടാമെന്ന് പറഞ്ഞ വാഗ്ദാനങ്ങളിലൂടെയാണ് പലരെയും ഇതിലേക്ക് ഈ ആപ്പിൻ്റെ ആളുകൾ ആകർഷിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി അവർ സമൂഹത്തിൽ ഇത്തരം ആളുകളെ, അതായത് ഈ ആപ്പുകളിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ട് സമൂഹത്തിലെ പേരും പെരുമയുള്ള ഒരുപാട് ആളുകളെ മുൻനിർത്തിയിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ക്രിക്കറ്റ് കളിക്കാർ, സിനിമാ നടന്മാർ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന ആളുകളെ ഒക്കെ തന്നെയാണ് ഇവരെ ഇതിൻ്റെ പരസ്യത്തിനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അത്തരം ആളുകൾ പറയുന്നത് കൊണ്ട് തന്നെ ഈ ആപ്പുകളൊക്കെ നല്ലതാണെന്ന് കരുതി പല ആളുകളും ഈ ആപ്പുകളിലേക്ക് പണം നിക്ഷേപിച്ച് ഓൺലൈൻ ബെറ്റിങ്ങുകളൊക്കെ നടത്തി. ചിലർക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും സമ്മാനങ്ങൾ, ഇല്ലയെന്നൊന്നും പറയില്ല. പക്ഷേ മഹാഭൂരിപക്ഷം ആളുകൾക്കും നഷ്ടങ്ങൾ മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. അതുവഴി മരണങ്ങൾ, പ്രത്യേകിച്ചും ആത്മഹത്യകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. നമുക്കതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ട്, അതായത് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇത് നിരോധിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഒരുപാട് മരണങ്ങൾ ഇതുവഴി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെ സർക്കാർ ഇത്തരം ആപ്പുകളെ നിരോധിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയപ്പോൾ വിജയകരമായിട്ട് പൂർത്തീകരിച്ചു എന്ന് വേണം കരുതാൻ. എന്നിരുന്നാലും പറയാതെ വയ്യ, ഏതൊരു നല്ലതിനും ഒരു ദോഷമുണ്ടായിരിക്കും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ ഏതൊരു ദോഷവശത്തിനും മറ്റൊരു നല്ല വശവുമുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇത്തരം ആപ്പുകളിൽ കൂടെ ഒരുപാട് പേർക്ക് പണം നഷ്ടമായിട്ടുണ്ടെന്നും ഒരുപാട് പേർക്ക് പണം ലഭ്യമായിട്ടുണ്ടെന്നും എന്നുള്ള കാര്യം നിലനിൽക്കെ തന്നെ പറയട്ടെ. ഇത്തരം ആപ്പുകൾ വഴി നമുക്ക് നല്ല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. പ്രത്യേകിച്ചും പല ആളുകളും അറിയാതെ നടന്നിരുന്ന ഒരുപാട് ടൂർണമെന്റുകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിനെ ലോക ശ്രദ്ധ ആകർഷിക്കുന്നതിന്, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ ഇത്തരം കളികൾ നടക്കുന്നുണ്ടെന്നും അതൊക്കെ വളരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ആപ്പുകൾ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്ത
ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടില് ക്രിക്കറ്റിനാണ് പ്രാധാന്യം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിൽ പ്രത്യേകിച്ചും ക്രിക്കറ്റിനാണ്. കാരണം എന്താന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും പറയാതെ വയ്യ, പ്രത്യേകിച്ചും പുരുഷ ക്രിക്കറ്റിനായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത്. അതിന് പകരം വനിതാ ക്രിക്കറ്റ്, കബഡി, ഫുട്ബോള് ഇത്തരം കളികളൊക്കെ നമ്മുടെ നാട്ടിലെ നല്ല നല്ല ടൂർണമെന്റുകൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഈ ആപ്പുകൾ വഴി ഒരുപാട് ജനങ്ങൾ അറിഞ്ഞിരുന്നു. അതുവഴി ഒരുപാട് കളിക്കാരെ ജനങ്ങൾ അറിഞ്ഞിരുന്നു. ഇത്തരം ടൂർണമെന്റുകളിൽ ഒരുപാട് ആളുകൾ ഭാഗഭാക്കാവുന്നതും അതിലേക്ക് സ്പോൺസർമാർ വന്നിരുന്നതുമൊക്കെ ഇത്തരം ആപ്പുകൾ മുഖേന തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. എന്തിനാ ഈ പറഞ്ഞ ഡ്രീം 11 തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു, ജേഴ്സിയിലെ സ്പോൺസർഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അതവര് നിർത്തി. എന്തായാലും പുതിയൊരു സ്പോൺസറെ കണ്ടെത്തേണ്ട അവസ്ഥയിലേക്ക് BCCI എത്തിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ടു കഴിഞ്ഞു. കാരണം ഇനി സ്പോൺസർഷിപ്പ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല എന്നാണ് ഡ്രീം 11 BCCIയെ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിട്ടുള്ളത്. കാരണം അവരുടെ വരുമാനമാണ് നിലച്ചിട്ടുള്ളത്, ഇത് നിരോധിക്കപ്പെട്ടത് കൊണ്ട് തന്നെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇത്തരം ആപ്പുകൾ നിരോധിച്ചപ്പോൾ ഇനി മുതൽ പല ആളുകൾക്കും ജോലി കൂടി നഷ്ടപ്പെടാൻ പോവുകയാണ്. കാരണം വിയർപ്പിന്റെ അസുഖമുള്ള ഒരുപാട് ആളുകൾ ഇത്തരം ആപ്പുകളിൽ പണം നിക്ഷേപിച്ച് ബെറ്റിങ് നടത്തി പണം സമ്പാദിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. ചിലർക്കൊക്കെ കിട്ടിയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. വ്യക്തിപരമായിട്ട് തന്നെ അറിയുന്ന ഒരുപാട് ആളുകൾ ഇത്തരം ആപ്പുകളിൽ പണം നിക്ഷേപിച്ച് പണം നഷ്ടപ്പെട്ടിട്ടുമുണ്ട്, നേടിയിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ഒരു നിരോധനം കാരണം പല കളികളെ കുറിച്ചും ജനങ്ങൾക്കിടയിൽ ബോധം അഥവാ അത്തരം അറിവ് ഇല്ലാണ്ടാക്കാൻ ഉള്ളൊരു സാഹചര്യമാണ്. കാരണം എന്താ വെച്ചാൽ ജനങ്ങൾ പലരും പത്രമാധ്യമങ്ങളെ ഒഴിവാക്കിയ കാലഘട്ടത്തിലാണ്. അപ്പൊ ഇത്തരം വാർത്തകളൊക്കെ അറിയുന്നത് അവർ ഈ പറഞ്ഞ ആപ്പുകൾ മുഖേന, ആപ്പിളിൽ കൃത്യമായ അപ്ഡേറ്റുകൾ വരുമ്പോൾ ഇന്ന ദിവസം ഇന്ന കളി ഉണ്ട് എന്നുള്ളതൊക്കെ അവര് കൃത്യമായിട്ട് തന്നെ അറിഞ്ഞിരുന്നു. അതൊന്നും ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ നമ്മള് നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് ആപ്പ് സർക്കാർ നിരോധിച്ചിട്ടുള്ളത് എങ്കിൽ കൂടി ഈ ഒരു ദോഷവശം കൂടി അതിലുണ്ട്. അതായത് ഒരുപാട് ആളുകൾക്ക് ജോലി നഷ്ടമാവുന്നുണ്ട്, ഒരുപാട് സ്പോൺസർഷിപ്പ് നഷ്ടമാവുന്നുണ്ട്. അത് മാത്രമല്ല ഇതൊരു വരുമാന മാർഗം കൂടിയായിരുന്നു. ഒരുപാട് നികുതി ഈ ഇനത്തിൽ സർക്കാരിന് കിട്ടിയിരുന്നു, അതൊക്കെ ഇല്ലാണ്ടാവുകയാണ്. അപ്പൊ ഇത് നിരോധിക്കുന്നതിന് പകരം ഇതിന് കൃത്യമായൊരു നിയമം നിർമ്മിച്ചുകൊണ്ട് ഇതിനെ ഒരു നിയമവിധേയമാക്കിയിരുന്നുവെങ്കിൽ വളരെ നല്ലൊരു കാര്യമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഗോവ എന്ന് പറഞ്ഞ ഇന്ത്യയിലെ തന്നെ ഒരു സംസ്ഥാനത്ത് കസിനോകൾ ഒക്കെ അഥവാ ചൂതുകളിയൊക്കെ നിയമവിധേയം തന്നെയാണ്. ഒരു കാലത്ത് അത് വളരെയധികം പ്രാധാന്യം അർഹിച്ചിരുന്ന ഒരു കാര്യം കൂടി തന്നെയാണ്. ലോകത്തിന്റെ മറ്റ് പല ഭാഗങ്ങളിലും മറ്റ് പല രാജ്യങ്ങളിലും ഇത്തരം ബെറ്റിങ് മുഴുവൻ നിയമത്തിന് കീഴിൽ കൊണ്ടുവരികയും അതുവഴി ഒരു വരുമാനം സർക്കാരിലേക്ക് ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യുന്ന കാലഘട്ടം അല്ലെങ്കിൽ അത്തരം പ്രവണത ലോകത്തിന്റെ മറ്റെല്ലാ ഭാഗത്തും ഉള്ളപ്പോഴാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരമൊരു പ്രവൃത്തി നടത്തിയത് എന്നുള്ളത് ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ശരിയാണ്, ഇതുവഴി ഒരുപാട് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ അംഗീകരിക്കുന്നു. പക്ഷേ
ഇതിനെ കൃത്യമായൊരു നിയമം നിർമ്മിച്ചുകൊണ്ട് നിയമവിധേയമാക്കിയിരുന്നുവെങ്കിൽ ഇതുവഴി ഒട്ടനേകം പേർക്ക്, വിയർപ്പിൻ്റെ അസുഖമുള്ള ഒട്ടനേകം പേർക്ക് ജോലി ലഭ്യമാവുകയും സർക്കാരിനൊരു വരുമാന മാർഗം ആവുകയൊക്കെ ചെയ്യുമായിരുന്നു. അതെല്ലാമാണ് ഇപ്പോൾ ഇല്ലാണ്ടായിട്ടുള്ളത്. അതായത് ഒരു കണക്കിന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു തീരുമാനമാണ്. ഒരുപാട് ആളുകളുടെ പണം നഷ്ടമാവാതിരിക്കാനുള്ള ഒരു നടപടിയാണ് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. എന്നാൽ അതേ അവസരത്തിൽ തന്നെ ഇത്തരം നിരോധനങ്ങൾ വഴി ഒരുപാട് വരുമാന മാർഗങ്ങളും ഒരുപാട് പേർക്ക് ജോലിയും നഷ്ടമാവുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. ഇതുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ കാലം തന്നെ നമുക്ക് തെളിയിച്ചു തരട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് നിരോധിച്ചത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നും വ്യക്തിപരമായിട്ട് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. കാരണം ഗുണവുമുണ്ട് ദോഷവുമുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എന്ത് തന്നെയായാലും തട്ടിപ്പുകൾ അവസാനിക്കട്ടെ, ഒരാളുടെയും പൈസ നഷ്ടമാവാതിരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.